ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സർബത്താണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല ഫ്രഷ് നെല്ലിക്കയാണ്. നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ എല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിസിനാണ് നെല്ലിക്ക. ഇതിനായിട്ട് ഞാനൊരു 10 ഫ്രഷ് നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ചെറുതായി കട്ട് ചെയ്ത് ഒരു ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യത്തിന് ഞാൻ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കരയോ പഞ്ചസാരയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തുള്ളൂ. അതിന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം മിക്സ് ചെയ്യാം. ഈ ജ്യൂസ് കൊണ്ട് നമുക്കൊരു 3 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അത് ഞാൻ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വീണ്ടും ബ്ലെൻഡർ എടുത്തിരിക്കുകയാണ്. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ജ്യൂസിന് റെഡിയാക്കി എടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, ഒരു പച്ചമുളകിൻ്റെ പകുതി ചേർത്ത് കൊടുത്തു, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസിൻ്റെ 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ നിന്ന് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് വീണ്ടും അരിച്ചെടുക്കണം. ഇനി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസിൽ നിന്ന് 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന തേൻ ചേർത്ത് വെച്ചിരുന്ന ജ്യൂസ് ഒരു ഗ്ലാസിൻ്റെ പകുതി ഒഴിച്ചു. ഇനി അതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ നെല്ലിക്ക സർബത്ത് ഒരു രീതിയിൽ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത് തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് അരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു നെല്ലിക്ക റൗണ്ടിൽ കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഒരു നെല്ലിക്ക റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ രണ്ടാമത് തയ്യാറാക്കിയിരുന്ന ജ്യൂസ് സ്ട്രെയിൻ ചെയ്തെടുത്ത ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അത് ഗ്ലാസിൻ്റെ പകുതി മതി. ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല തണുത്ത സോഡയാണ്. സോഡയില്ല എന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ സോഡ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതാ ഇപ്പോൾ 2 രീതിയിൽ നമ്മളുടെ നെല്ലിക്ക സർബത്ത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെയധികം ഗുണങ്ങളുള്ള നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവർക്കും. അയൺ കണ്ടൻ്റൊക്കെ ധാരാളം അടങ്ങിയ നെല്ലിക്ക ദിവസം ഒരെണ്ണമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. ജ്യൂസായിട്ട് കുടിക്കുന്നതിലും നല്ലത് അങ്ങനെ തന്നെ കടിച്ച് തിന്നുന്നതാണ്. അതിൻ്റെ ആ ഫൈബറൊക്കെ കിട്ടാൻ ഏറ്റവും നല്ലത് അതാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടാവും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.